ഇന്ന് ഇഫ്താറിലേക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണിലധികമായിട്ട് നമ്മുടെ ഗരം മസാലയും അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള നമ്മുടെ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 കിഴങ്ങാണ് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കണം. നമ്മുടെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മുട്ടയും 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഒരു 8 പീസാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയുടെ പീസ് നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കൈകൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയില്ലേ മൈദയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മസാലയിലേക്ക് നമ്മുടെ മുട്ടയുടെ ആ ഒരു പീസൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടുന്ന ലെവലിലുണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മുട്ടയും ഈ ഒരു മിക്സും കൂടെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് കിട്ടുക. അപ്പോൾ അതാ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാനിതിനെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുത്ത് നടുഭാഗം കുറച്ചൊന്ന് കുഴിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ മസാല വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാനായിട്ട്. കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിൽ ഇതിനെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്ന് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരൊറ്റ മുട്ട മാത്രം മതിയാവും കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മുട്ട മാത്രം മതിയാവും നമുക്കിതിനെ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഒരു സൈഡ് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഗോൾഡൻ കളറായി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ പകുതി മാത്രമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി പകുതി ഞാൻ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ അളവിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.